നമസ്കാരം. അന്തിച്ചർച്ചയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി കഴിഞ്ഞു. സജീവമെന്നാൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ച് BJP, മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ഇടതുപക്ഷം, ചുവരെഴുത്ത് പൂർത്തിയാക്കി, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച് റോഡ് ഷോകളും റാലികളും വരെ നടത്തി പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നവർ. ഈ സമയത്തെല്ലാം വോട്ട് ചെയ്യുന്ന പൊതുജനം അന്വേഷിക്കുന്ന ചിലരുണ്ട്. എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ? എവിടെ പോയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക? അനിശ്ചിതത്വമുള്ള മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്? ഉത്തരം പലതാണ്. പലതും പലരും പറയുന്നുമുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ? രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ടാകുമോ? ആലപ്പുഴയിൽ ആരായിരിക്കും? അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങൾ മാത്രമാണോ കോൺഗ്രസിനെ പിന്നോട്ട് നടത്തുന്നത്? ഫണ്ടില്ലായ്മ കോൺഗ്രസിനെ വല്ലാതെ തളർത്തുന്നുണ്ടെന്ന് പാർട്ടിയുടെ അകത്തളങ്ങളിൽ സംസാരമുണ്ട്. ഇതിനെല്ലാം അപ്പുറമാണ് കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ മോഹിപ്പിക്കുന്ന BJPയുടെ മോഹന വാഗ്ദാനങ്ങൾ. അത്തരമൊരു വാഗ്ദാനത്തിന്റെ വാർത്ത ഇന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. കേരളം കണ്ട ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയുടെ നേതാക്കളുമായി ചർച്ച നടത്തി BJPയുടെ ചാലക്കുടി സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. BJP നേതാക്കൾ പലരും ആ കൂടിക്കാഴ്ച അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ പത്മജ വേണുഗോപാലുമായി നേരിട്ട് സംസാരിക്കാതെ വാർത്ത കൊടുക്കുകയില്ല എന്ന് ഉറച്ചു നിൽക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. വാർത്ത കൊടുത്തത് നേരിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രവുമാണ്. പക്ഷേ ആ വാർത്ത വന്നതിന് ശേഷം കോൺഗ്രസിന്റെ സൈബർ അണികൾ എന്ന് വിളിക്കപ്പെടുന്നവരും പ്രസ്തുത ആവേശവുമായി വരുന്ന പേജുകളും എങ്ങനെ പ്രതികരിച്ചു എന്ന് ഇനി കാണുക. അപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് ആ വാർത്തയ്ക്ക് ശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന കമന്റുകളുടെ ഉദാഹരണം. കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തെറിയാണ് ഭാഷ. ശരി, അപ്പോൾ ഇവിടെ സംഘപരിവാർ സംഘത്തിലേക്ക് ആളെ ചേർക്കുകയാണോ മാധ്യമ പ്രവർത്തകരുടെ ജോലി എന്ന് ചോദിക്കുന്നവരോട് ഇനി ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയാം. BJPയിലേക്ക് പോകുകയില്ല എന്ന് ഓരോ ദിനവും വ്യക്തമാക്കിക്കൊണ്ടേയിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് പോയത് മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇക്കഴിഞ്ഞ 2 മാസത്തെ കണക്ക് മാത്രം എടുത്താൽ മതി. മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ BJPയിലേക്ക് പോയത്, ഝാർഖണ്ഡിലെ ഏക കോൺഗ്രസ് MP ഗീത കോട BJPയിലേക്ക് പോയത്, ഗുജറാത്തിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധർ മിനിഞ്ഞാന്ന് BJPയിലേക്ക് പോയത്, മുൻ പ്രസിഡന്റ് അർജുൻ മോത്വാഡിയ ഇന്നലെ പോയത്. ഇതൊക്കെ ഏതെങ്കിലും അപർണ കുറുപ്പ് പറഞ്ഞിട്ടാണോ? ഹിമാചലിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോൺഗ്രസ് MLAമാർ വോട്ട് മറിച്ച് നൽകിയത് അപർണ കുറുപ്പ് പറഞ്ഞിട്ടാണോ? നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധികൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നത് ഏത് മാധ്യമ പ്രവർത്തകരുടെ പ്രേരണയിലാണ്? സ്വന്തമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തവർ, ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നവരെ സ്വന്തം ചേരിയിൽ നിർത്താൻ പ്രാപ്തിയില്ലാത്തവർ എന്തടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കുറ്റം ചുമത്തുന്നത്? അത് കോൺഗ്രസിന്റെ ദൗർബല്യം മറച്ചുവെക്കാൻ മാത്രമാണ്. അത് മാത്രമാണ് ഇന്ന് അന്തിച്ചർച്ച എടുക്കുന്ന വിഷയവും അതാണ്. എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ? ഈ പട്ടിക നീളുന്നത് എത്ര ദോഷകരമായി കോൺഗ്രസിന്റെ പ്രകടനത്തെ ബാധിക്കും? ചർച്ചയിലേക്ക് സ്വാഗതം. പാനലിസ്റ്റിൽ ചേരുന്നു CPM നേതാവ് KV അബ്ദുൽ ഖാദർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ. 4 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ KV അബ്ദുൽ ഖാദർ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മത്സര രംഗത്ത്, പ്രചാരണ രംഗത്ത് ഏറെ മുന്നിൽ പോയിരിക്കുന്നു എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടാകും. വോട്ടർമാരെ തന്നെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനുള്ള ആ ഒരു അവസരം പോലും വളരെ മുൻപ് തന്നെ വിനിയോഗിക്കാനുള്ള ഒരു അവസരം, അതൊരു എക്സ്ട്രാ മൈലേജ് തരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ടാകും. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചിത്രം വ്യക്തമല്ല. അത് CPM ഇടതുപക്ഷം എങ്ങനെയാണ് കാണുന്നത്?
താങ്കളുടെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്യണം ശ്രീ കെ വി അബ്ദുൽ ഖാദർ. ക്ലിയർ ആണോ? കേൾക്കാം, പറഞ്ഞോളൂ. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശ്രീ കെ കരുണാകരന്റെ മകൾ പത്മജ BJP-യിൽ ചേർന്നേക്കും എന്നുള്ള ഒരു വാർത്ത വരികയുണ്ടായി. അതേ തുടർന്ന് ഏറ്റവും ആക്ഷേപകരമായി മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ല. കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ട ഒരു ഘടകം എന്തുകൊണ്ട് തങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും BJP-യിൽ ചേക്കേറുന്നു എന്നുള്ളതാണ്. അതവർ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. ഈ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചും കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് CPIM-ഉം ഇടതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ BJP-യെ നേരിടേണ്ട പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന് അത്തരമൊരു ദിശാബോധം ഇല്ല എന്നതാണ് വസ്തുത. അതിൽ കോൺഗ്രസ് പരിതപിക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ് അതേക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മതനിരപേക്ഷ മൂല്യങ്ങൾ ഇന്ന് കോൺഗ്രസ് അതുപോലെ തുടരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. BJP-യെ നേരിടാൻ ഒരുതരം അഴകുഴമ്പൻ നിലപാടുകൾ കൊണ്ട് സാധ്യമല്ല. BJP-യുടെ B ടീമായി നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ BJP-യെ പരാജയപ്പെടുത്താനുമാവില്ല. അതാണ് സത്യം. അതുകൊണ്ട് കോൺഗ്രസ് അതിന്റെ ദേശീയ നേതൃത്വം, സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ ആത്മപരിശോധന നടത്തേണ്ട ഘടകം തങ്ങൾ ഒരു മതനിരപേക്ഷ ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP-യാണ് രാജ്യത്തിന് ഏറ്റവും വലിയ ആപത്ത് ഇപ്പോൾ ഉയർത്തുന്നത്. അതുകൊണ്ട് അവരുടെ നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായ സമീപനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ പക്ഷേ ശ്രീ കെ വി അബ്ദുൽ ഖാദർ, നേരത്തെ കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് ഇടതുപക്ഷം. ഉണ്ടായത് കൂട്ടത്തോൽവിയാണ്. സ്വാഭാവികമായിട്ടും അത് തന്നെ ആവർത്തിക്കും. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജയം സുനിശ്ചിതമൊന്നുമാകില്ലല്ലോ എന്ന് കോൺഗ്രസിന് മറുപടി പറയാം. അല്ല, നേരത്തെ പ്രഖ്യാപിച്ചത് കൊണ്ടുള്ള കാര്യം മാത്രമല്ല, ഇവിടെ രാഷ്ട്രീയ നയം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ പരാജയം ഉണ്ടാവാനിടയായ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയതുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് അപ്രതീക്ഷിതമായി വന്നപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഒരു ഒറ്റകക്ഷിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ത്വരയാണ് കോൺഗ്രസിന്റെ വിജയത്തിലേക്ക് നയിച്ചത്. പക്ഷേ അമേഠിയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും കോൺഗ്രസ് 50 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. 50 സീറ്റിൽ ഒതുങ്ങി എന്നുള്ളത് മാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ BJP-യുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായി, സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ട് കൃത്യമായൊരു പ്രതികരണം നടത്താൻ പോലും കോൺഗ്രസിനായില്ല എന്നുള്ളത് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല. ഏത് സാഹചര്യത്തിലും ഉലയാത്ത, ചാഞ്ചാടാത്ത ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത് എന്നുള്ള ബോധ്യമാണ് ഇന്ന് ജനങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മപ്രതീക്ഷ, ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കും. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം പൂർത്തീകരിച്ചോട്ടെ. ശ്രീ K സുധാകരൻ, അദ്ദേഹം KPCC-യുടെ പ്രസിഡന്റാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ BJP-ക്കെതിരായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ട് ഒരു പ്രസ്താവന പോലും സുധാകരൻ നടത്തിയിട്ടില്ല. അത് അദ്ദേഹത്തിന് മലയാളം അറിയാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് മറ്റു ഭാഷകളിൽ പ്രാവീണ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഓഫീസിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയായികയല്ല. പക്ഷെ താൻ പണ്ട് RSS ശാഖ സംരക്ഷിക്കാൻ ആളെ വിട്ട ആളാണ് എന്ന് മേനി നടിക്കുന്ന ഒരു KPCC പ്രസിഡന്റിനെ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുക?
അതിനേക്കാൾ നല്ലത് കെ സുരേന്ദ്രനെ വിശ്വസിക്കാമല്ലോ. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ശരി, യെസ്, ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഞാൻ തിരികെ എത്താം. BJP നേതാവ് ശ്രീ JR പത്മകുമാർ, BJP പ്രചാരണത്തിന്റെ ഘട്ടത്തിലേക്ക് വ്യക്തമായ ചിത്രമായി ഇറങ്ങുന്നത് ഇപ്പോഴാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വന്ന അനിൽ ആന്റണിയെ പോലുള്ളവരൊന്നും ഉൾപ്പെടാതെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാകുകയില്ല. സ്വന്തം നേതാക്കളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കുമോ ആ രീതിയിൽ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോയത് എന്നുകൂടി ചോദിക്കേണ്ടതായി വരുന്നു. അനിൽ ആന്റണി ഞങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ, ഞങ്ങളുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ നേതൃനിരയിലുള്ള ആണല്ലോ. അപ്പോൾ വേറെ ഞങ്ങളുടെ അണികൾ നേതാക്കന്മാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അനിൽ ആന്റണിയിലേക്ക് പോയത് എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഒരാൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് കുറെ കാലം പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അപ്പം ആളില്ലാത്തത് കൊണ്ടാണോ അങ്ങ് പോയത് എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസിന്റെയും എല്ലാ പാർട്ടിയുടെയും ഇപ്പം വെസ്റ്റ് ബംഗാൾ എടുത്തു നോക്കിയാൽ CPM ന്ന് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു ആഘോഷം നിങ്ങൾ കണ്ടില്ലേ? BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് CPMന്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രകടനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDAയിലേക്ക് ധാരാളമായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കടന്നു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയുണ്ട്. അതൊരു പ്രതീക്ഷയുടെ വരവാണോ, അതൊരു ജനാധിപത്യപരമായ വരവാണോ എന്നുള്ളതാണ് വിഷയം. അതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു വരവല്ല എന്നുള്ളൊരു വിമർശനം ഉന്നയിക്കപ്പെടുന്നിടത്തു കൂടിയാണ് ആ ചോദ്യം വരുന്നത്. അത് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. ഇപ്പോ BJPയിലേക്ക് വരുമ്പോ അത് മോശമാണ്, അത് ജനാധിപത്യപരമല്ല, ഭയങ്കരമായിട്ടുള്ള ഇന്ത്യക്ക് നമ്മുടെ ജനാധിപത്യത്തിനൊക്കെ തകർച്ചയ്ക്ക് കാരണമാകും. അതേസമയം മറ്റു പാർട്ടി BJPയിൽ നിന്ന് ആരെങ്കിലും മറ്റു പാർട്ടിയിലേക്ക് പോയോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് CPMലോ CPM കോൺഗ്രസിലോട്ട് പോയാൽ ഇത് വലിയ മഹത്തരമായ കേസുകൾ പേടിച്ചുകൊണ്ടാണോ, EDയെ പേടിച്ചുകൊണ്ടാണോ, പണം മുന്നിൽ കണ്ടുകൊണ്ടാണോ വരുന്നത്, എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. BJPയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചില ചോദ്യങ്ങൾ, ഉയർത്തപ്പെടുന്ന ചില ചോദ്യങ്ങൾ അതായത് കൊണ്ട് പറഞ്ഞതാണ്. അത് തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ നിരവധി ആളുകൾ BJPയിലേക്ക് വരുന്നുണ്ട്. ആളുകളൊക്കെ ഭീഷണിയെ പെടുത്തിയിട്ടാണ് വരുന്നത്. വരുന്ന ആളുകൾക്കെല്ലാം വ്യക്തിത്വമുള്ള ഒരു പൊതുസമൂഹത്തിൽ ഒരു സേയുള്ള ആളുകളല്ലേ വരുന്നത്. അവരെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഭാരതീയ ജനത ഇങ്ങനെ ഒരു പാർട്ടിയിലൊക്കെ നമ്മൾ പോകുന്നത് ആ പാർട്ടിയുടെ നയങ്ങളുമായി യോജിച്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ രാജ്യത്തിന്റെ ഒരു താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി അതാണ് എന്നുള്ളൊരു ധാരണയിലാണ് ജനങ്ങൾ വരുന്നത്. ആ ജനങ്ങൾ അത് പാർട്ടിയിൽ കാണുന്ന മഹത്വം അല്ലെങ്കിൽ NDA ഗവൺമെന്റിൽ കാണുന്ന ഒരു മേന്മ അത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഭീഷണിയാണ്, കേസാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വക്രീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചിട്ടയായ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ആ നയത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് വരുന്നു. അവർക്ക് അർഹമായ പ്രാതിനിധ്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് മറ്റ് പല ആളുകളും കാണുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നാൽ അവരെ എങ്ങനെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഏത് രീതിയിലാണ് അവരുടെ കഴിവുകളുടെ അവരുടെ പാരമ്പര്യത്തെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതിന് മറ്റു രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ഏത് തരത്തിലാണ് BJPയുടെ പ്രചാരണം ശക്തമായിരിക്കുന്നത്? കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ഥിതിയെ, സ്റ്റാറ്റസ് കോയെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. JR പത്മകുമാറിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് N. ലാൽകുമാർ, കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് പറയേണ്ട ഒരു വിഷയമാണ്. കോൺഗ്രസിന് കാൻഡിഡേറ്റ്സിനെ ഇതുവരെ ഫീൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എക്കോ കേൾക്കുന്നു എന്ന് കറക്റ്റ് ചെയ്യാൻ പറയൂ. ഞാൻ പറഞ്ഞേക്കാം, പക്ഷേ എക്കോ കേൾക്കുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് ആണ് അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. കാര്യം അവർ വേറെ ആൾക്കാരെ നോക്കുന്നുണ്ടാകാം. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് ഈ പറയുന്ന സിറ്റിംഗ് MPമാരെ നിർത്തിക്കഴിഞ്ഞാൽ ഒക്കില്ല എന്ന് അവർക്കൊരു റിപ്പോർട്ട് കിട്ടുകയും അല്ലെങ്കിൽ അങ്ങനൊരു സജഷൻ വരികയും ആൾക്കാരെ മാറ്റുന്നതിനെക്കുറിച്ച് അവർ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അത് എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേരിടുന്ന ഒരു സങ്കീർണത, ആ സങ്കീർണത കോൺഗ്രസിനകത്ത് ഈ പറയുന്ന പോലെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം, വീതം വെച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്, KPCC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷൻ
കണ്ണൂർ മത്സരിച്ച് കഴിഞ്ഞാൽ KPCC അധ്യക്ഷൻ്റെ സ്ഥാനം പോകുമോ എന്നുള്ളൊരു പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് കോൺഗ്രസിനകത്തെ പ്രശ്നം. ആ പ്രശ്നം രമ്യമായി അവർ പരിഹരിച്ചേ മതിയാകൂ. കാര്യം ഇനി വരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാൻ സജ്ജമായിരിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ ഒരു കാരണവശാലും പറ്റില്ല. ഇപ്പം ഒരാഴ്ച കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യുന്നതിൽ വൈകി എന്നുള്ളത് ഇപ്പം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് റൗണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രചരണം കഴിഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യവും അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസ് ലേറ്റായിട്ടാണ് ആൾക്കാരെ ഫീൽഡ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് സംസ്ഥാനത്തുള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യം കഴിഞ്ഞ പ്രാവശ്യം അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ വരവ് BJPയെ പുറത്താക്കാനായിട്ടുള്ള ഒരു ശക്തമായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് വരുന്നു. ശബരിമല കാലം, ഇതെല്ലാം കൂടെ ചേർന്ന് നിന്ന ഒരു നെഗറ്റീവുകളുടെ ഒരു അയ്യരുകളി ഉണ്ടായിരുന്ന ഒരു സമയമാണത്. അതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം വ്യത്യസ്തമായ രീതിയിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്രിക്കഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പിൾ ഇഫക്ട്സ് നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസിന് അത് അത്ര പെട്ടെന്ന് ഒരാളെ നിർത്തി ജയിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. കാസർഗോഡ് പോയി ഉണ്ണിത്താൻ നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഉണ്ണിത്താൻ കാസർഗോഡിൻ്റെ രാഷ്ട്രീയവുമായി പരിചിതമായി നിന്ന ഒരാളെയല്ല. എന്നിട്ടും അദ്ദേഹം ജയിക്കുന്നതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു വരവാണ് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ CPMന് എപ്പോഴും വലിയ വേരോട്ടമുള്ള ജില്ലയാണ് കാസർഗോഡ്, അല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലം. പക്ഷേ ഉണ്ണിത്താൻ അവിടെ ജയിക്കുന്നു. അതുപോലുള്ളൊരു സാഹചര്യം ഇന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് അവരുടെ കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ അത് അവർ വ്യക്തമാക്കേണ്ടതാണ്. അവരിപ്പം എന്തായാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും അവർ പറയത്തില്ല, അത് വേറൊരു വിഷയം. എന്തായാലും കോൺഗ്രസിനകത്ത് ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാർലമെൻറ്റ് മെമ്പർമാരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇപ്പം മാവേലിക്കര MP കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടു. അങ്ങനെ ഞാൻ ഒരാളെ അങ്ങനെ മോശം ഡീഗ്രേഡ് ചെയ്ത് പറയാനുള്ള ആഗ്രഹം എനിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. ഇവരെ ഫീൽഡ് ചെയ്താൽ ജയിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇവരെ ഒന്ന് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അതിനുള്ള ഒരു ഇൻഡോക്ട്രിനേഷൻ പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി എങ്ങനെയും ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് അറിയില്ല, അത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ സൂചിപ്പിക്കട്ടെ. ഓക്കെ, ഞാൻ തിരികെ എത്താം. വസന്ത് തെങ്ങുംപള്ളി, എല്ലാ ചോദ്യവും നിങ്ങളിലേക്ക് നേരെയാണ്. എന്താണ് കോൺഗ്രസിന് പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രചാരണത്തിന്റെ ചിത്രത്തിൽ കോൺഗ്രസ് ഇല്ലാത്തത്? അല്ല, കോൺഗ്രസിനൊന്നും പറ്റുന്നില്ല. ചില മാധ്യമ കേന്ദ്രങ്ങൾക്ക്, ന്യൂസ് 18 എന്നത് ഞാൻ പറയുന്നില്ല, ചില മാധ്യമ കേന്ദ്രങ്ങൾക്ക് അവർക്ക് അനുചിതമായ രീതിയിൽ അവർക്ക് തോന്നുന്നപടി വാർത്തകൾ കൊടുത്തുകൊണ്ട് പോകുന്നു. നോക്കൂ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഫസ്റ്റ് ലാപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് വേണ്ടെന്നേ. കഴിഞ്ഞ തവണത്തെ ഇപ്പൊ ഡോക്ടർ ലാൽ തവണ, കഴിഞ്ഞ തവണ മാത്രമല്ല അതിന് മുമ്പത്തെ തവണയും ചിന്തിച്ചു നോക്കൂ. ഇവിടെ കേരളത്തിന്റെ പൊതു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ CPM വേഴ്സസ് കോൺഗ്രസ് ആണ് ഫൈറ്റ്. CPMനെ സംബന്ധിച്ച് അവർ ശുഷ്കിച്ച് ഏതാണ്ട് കേരള സംസ്ഥാന പാർട്ടിയായി മാറിയിരിക്കും. അവരെ സംബന്ധിച്ച് അവരിനി അഥവാ പണ്ട് നാഷണൽ ലെവലിൽ ഉള്ളപ്പോൾ പോലും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവരുടെ ഭരണഘടനാ സംവിധാനം എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. അതിൽ കേന്ദ്ര കമ്മിറ്റിക്കോ പോളിറ്റ് ബ്യൂറോയ്ക്കോ വലിയ മേജർ റോൾ ഒന്നും പ്ലേ ചെയ്യാനില്ല. പക്ഷെ കോൺഗ്രസിന്റെ കാര്യം നേരെ തിരിച്ചാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ് സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ, പാർലമെന്റിൽ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മേജർ റോൾ പ്ലേ ചെയ്യാനുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ഞങ്ങളുടെ ഫസ്റ്റ് ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ കഴിഞ്ഞ ദിവസമാണ് അത് ഹൈക്കമാൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിട്ടല്ല, പൊതുവെ അങ്ങനെ പ്രഖ്യാപിക്കാതെ അങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് വസന്ത് പറഞ്ഞു വരുന്നത് അല്ലേ? അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം കേരളത്തിൽ തന്നെ ആര് മത്സരിക്കണം, വയനാട്ടിലോ ആലപ്പുഴയിലോ കണ്ണൂരോ തുടങ്ങി അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ടൊന്നും അല്ല. അല്ല, കേൾക്കൂ, അത് അവിടേക്കാണ് അപർണ ഞാൻ എത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഗണിക്കണം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നു, കണ്ണൂര് KPCC അധ്യക്ഷൻ മാറി നിൽക്കാൻ തയ്യാറാണ്. അദ്ദേഹം PCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ മത്സരിക്കുന്ന രംഗത്ത് നിന്ന് മാറാൻ
സന്നദ്ധനാണ് എന്ന് ആദ്യമേ അറിയിച്ചിട്ടുണ്ട് പാർട്ടി ഹൈക്കമാൻഡിനെ. അത് പരിഗണിക്കേണ്ടത് പാർട്ടി ഹൈക്കമാൻഡാണ്. ആലപ്പുഴയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ അതെത്താനുണ്ട്. ആ തീരുമാനങ്ങൾ അധികം വൈകാതെ ആ തീരുമാനങ്ങൾ എത്താനുള്ള ചർച്ച തുടങ്ങി എന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി വസന്ത്. അല്ല, അതിനേക്കാളൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച 3 പേരാണ് കൊല്ലം ചെയ്യപ്പെട്ടത്. അത് തന്നെയാണല്ലോ കഴിഞ്ഞ ആഴ്ച മുഴുവൻ എല്ലാ മാധ്യമങ്ങളും എടുത്ത് ചർച്ച ചെയ്തത്. ആ വിഷയം തന്നെയാണ്. അതാരും തമസ്കരിച്ചിട്ടൊന്നുമില്ല. അല്ല, അവരുടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവരാരായാലും ഞങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയിലാണ്. അത്രമാത്രം സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായ ആന്റി ഇൻകംബൻസി അത് വളരെ കൃത്യമായി ഇപ്പോ സംസ്ഥാനത്തുണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ ലാലാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്, അന്ന് ശബരിമലയും രാഹുൽ ഗാന്ധിയുമായിരുന്നുവെങ്കിൽ ഇന്ന് വന്യജീവിയും SFIയുമാണ് ഇവിടുത്തെ പ്രശ്നം. അന്നത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് ശബരിമല അയ്യപ്പനും ശബരിമല ശാസ്താവും ശ്രീ രാഹുൽ ഗാന്ധിയുമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് വന്യജീവി ആക്രമണങ്ങൾ. അതൊരു വലിയ പോയിന്റ് ആണ് വസന്ത്. കാരണം ഈ 2 ആഴ്ചയാണ് അത് സംഭവിച്ചത്. അപ്പൊ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ കോൺഗ്രസിൽ എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം എന്ന രീതിയിൽ ആശയക്കുഴപ്പം തുടങ്ങിയതാണ്. നിങ്ങളുടെ ഭാഗ്യമാണല്ലേ ആ 2 വിഷയം വന്ന് പെട്ടത്. പറഞ്ഞു പോകാതെ വയ്യ. അല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതിനു മുമ്പാണല്ലോ എക്സാലോജിക്കിന്റെ വിഷയം ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഇതാണ്. നേരത്തെ ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ അജണ്ട? ഈ തെരഞ്ഞെടുപ്പിന് നേടുമ്പോൾ കോൺഗ്രസിന് വ്യക്തമായിട്ടൊരു അജണ്ടയുണ്ടോ? വ്യക്തമായിട്ടൊരു നയമുണ്ടോ? ഈ ഒരു പ്രചാരണത്തിന് ഇറങ്ങും മുൻപ് തന്നെ നിങ്ങൾക്ക് അറിയില്ല ഇത് മുന്നിൽ CPM കൊണ്ടുവയ്ക്കുന്ന ഇടതുപക്ഷം കൊണ്ടുവയ്ക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകണോ എന്ന് പോലും വ്യക്തമില്ലാതെ നിൽക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ കൺഫ്യൂഷനും ആശയക്കുഴപ്പം വന്നാൽ അത്ഭുതപ്പെടാനേ ഇല്ല. അല്ല, സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ കാലത്തും അപർണ അങ്ങ് എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാ കാലത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സംശയമൊന്നുമില്ല. അതിൽ CPM പോലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അയാൾ തന്നെ എന്ന് എതിരഭിപ്രായമില്ലാതെ പഞ്ചപുച്ഛമടക്കി കേട്ടിരിക്കുന്ന പാർട്ടിയല്ല. ജനാധിപത്യ സംഹിത വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ വിവിധ ഘടകങ്ങളെ കേൾക്കണം, വിവിധ സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടതായി വരും, വിവിധ ആശയങ്ങളെ ഉൾക്കൊള്ളേണ്ടതായി വരും, അഭിപ്രായങ്ങളെ സമന്വയിപ്പിക്കേണ്ടതായി വരും. അതൊക്കെ കോൺഗ്രസ് എല്ലാ ഈ തവണയും ഞാൻ പറഞ്ഞല്ലോ, ഒരു തവണയും ഒന്നാമത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആരും ഓടിയെത്താൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് പങ്കില്ല. ഒരു ഡിസിഷൻ കേറില്ലെന്ന് ഞാൻ പറയാം. പക്ഷേ സ്ഥാനാർത്ഥികൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണ സപ്ലൈകോ മുതൽ വന്യജീവി വഴി വന്യജീവിയേക്കാൾ വന്യജീവിയായ SFI വരെ വന്ന് നിൽക്കും. അത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം ഞാനും അപർണയും ഇതേ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ 2020 ഇരിക്കുമ്പോൾ അങ്ങ് അംഗീകരിച്ചു നൽകും. ഓക്കെ, ഞാൻ തിരികെ എത്താം. ആ രീതിയിലുള്ള ആത്മവിശ്വാസം ഇപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക എന്ന് വരും. വസന്ത് ഇരിക്കുന്ന മണ്ഡലത്തിൽ ആർക്ക് വേണ്ടി വസന്ത് പ്രചാരണത്തിന് ഇറങ്ങും എന്ന് പോലും ചിത്രം വ്യക്തമാകാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ തിരികെ എത്താം വളരെ പെട്ടെന്ന്. എന്ത് ആശയക്കുഴപ്പമാണ് കോൺഗ്രസിനെ വീണ്ടും പിന്നോട്ട് നടത്തുന്നത്? വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള അത്യാവശ്യമായതുകൊണ്ട്. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ടെന്ന് MM മണി. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെയും കൊല്ലണം. ഇതിന് സർക്കാരും വനം വകുപ്പും നടപടിയെടുക്കണമെന്നും MM മണി ആവശ്യപ്പെട്ടു. കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ ഒരു ദിവസത്തിന് ശേഷം രക്ഷപ്പെടുത്തി. 20 മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അടൂർ പരുത്തിപ്പാറയിൽ എലിസബത്ത് ബാബുവിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്ക് ആദ്യ ട്രെയിനും ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുമായി ആദ്യ യാത്ര പുറപ്പെട്ടു. വയനാട് പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി പരിശോധിക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ സമരക്കാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ അധ്യക്ഷന്മാർ സംയുക്തമായി നടത്തുന്ന നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. ഇന്നലെ രാത്രി VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപന്തലിലെത്തി. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമരനായകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും.
മലപ്പുറത്തെ LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. തിരുവനന്തപുരത്തെയും കേരളത്തിന്റെയും സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് വോട്ട് തേടുന്നതെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്. തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകും. സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖല എന്ന റിപ്പോർട്ട് പോലീസ് തിരുത്തിയതായി മന്ത്രി VN വാസവൻ. മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സ്ഥലം വിട്ടു നൽകാൻ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജില്ലാ പോലീസ് മേധാവി നേരത്തെ റിപ്പോർട്ട് നൽകിയത്. അതേസമയം മന്ത്രിയുടെ നിലപാടിനെതിരെ BJP രംഗത്ത് വന്നു. കടമെടുപ്പ് പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടങ്ങും. കോടതിക്ക് പുറത്ത് പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായതോടെയാണ് ഇന്നും നാളെയുമായി കേസിൽ വാദം നടക്കുന്നത്. കേരള സർവകലാശാല സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന അന്തർദേശീയ സെമിനാറിനും ഗവേഷക സംഗമത്തിനും തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന സംസ്കൃത വിഭാഗം മേധാവി പ്രൊഫസർ CA ശൈലജയെ ചടങ്ങിൽ ആദരിച്ചു. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികളെ ഈ മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനംവകുപ്പ് തീരുമാനം. കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ KV അബ്ദുൽ ഖാദർ, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരണം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങളിലെല്ലാം തന്നെ BJP സ്കോർ അടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളെല്ലാം പ്രതിഫലിക്കുന്നുണ്ടാകാം. കേരള രാഷ്ട്രീയത്തിലെ ഒരു തീരുമാനം കൃത്യമായിട്ട് നടപ്പാക്കാത്തതിലേക്കും അല്ലെങ്കിൽ അത് വൈകുന്നതിലേക്കും ഒക്കെ അത് പ്രതിഫലിക്കുന്നുണ്ടാകാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലായിരിക്കും ഒരു തീരുമാനം എടുക്കാൻ കഴിയുക. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു സഖ്യം നിൽക്കുമ്പോൾ, അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയുണ്ട്. അത് ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അതിൽ വരുന്നതിന് മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇത്തരമൊരു ചർച്ചയിൽ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആകെ പ്രതീക്ഷ ആന ആളെ കൊന്നതാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി ജയിക്കും എന്നുള്ള കാരണമായി പറയുന്നു. എത്ര ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള സംസ്ഥാനത്ത് ആന ഇറങ്ങിയ ആളുകളെ കൊല്ലുന്നില്ലേ? അത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണോ? പുലി കൊല്ലുന്നില്ലേ? ഇവിടെ പൊളിറ്റിക്സ് ആണ് മിസ്റ്റർ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് താങ്കൾ പറഞ്ഞപ്പോ ഞാൻ വസന്തിലേക്ക് വരാം. ഞാൻ ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞു നിർത്തിയ ഉടനെ തന്നെ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് കൂടുതൽ സമയം തരാം. കാരണം താങ്കൾ മാത്രമാണല്ലോ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നത്. ഞാൻ വരാം വസന്ത്. ദേശീയ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഗതികേട് എന്താണ് എന്ന് മനീഷ് തിവാരിയുടെ വളരെ സങ്കടകരമായ ഒരു സ്റ്റേറ്റ്മെന്റിലുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ ഹിമാചൽ പ്രദേശിന് രാജസ്ഥാനിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോ ഉച്ചയൂണ് കഴിച്ച ആളുകളാണ് ക്രോസ് വോട്ട് ചെയ്തത്. മനുഷ്യർക്ക് ഇങ്ങനെയും പെരുമാറാൻ കഴിയും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതിനും നന്ദി എന്നാണ് മനീഷിന്റെ പ്രസ്താവന വന്നത്. അതിനർത്ഥം കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിന് പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത അത്രയും നികൃഷ്ടമായ അവസ്ഥയിൽ ആ പാർട്ടി ചെന്നുപെട്ടു എന്നാണ്. ആരാണ് അവരെ വിശ്വസിക്കുക എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിൽ ഞങ്ങൾക്കും തെല്ല് സങ്കടമുണ്ട്. കാരണം ദേശീയ തലത്തിൽ തീർച്ചയായും കോൺഗ്രസ് എന്ന മതനിരപക്ഷ പാർട്ടി തകരരുത് എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ സ്വയം തകരാൻ ഉറച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നയം വേണ്ടേ? നിലപാട് വേണ്ടേ? രാഷ്ട്രീയം വേണ്ടേ?
ഇതൊന്നുമില്ലാതെ ചിലരുടെ അംഗലാവണ്യം മാത്രം കണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് തീരുമാനിച്ചാൽ ആ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ്? അതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു നയമില്ലാതെ വരുന്നത് മതനിരപേക്ഷവാദികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ശ്രീ JR പത്മകുമാർ ഇവിടെ പറഞ്ഞ കാര്യം, എന്തൊരു ജനാധിപത്യമാണ് BJP-യിൽ, ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല. BJP ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ കള്ളങ്ങൾ തട്ടിവിടുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ നിങ്ങൾ വിലക്ക് വാങ്ങുകയല്ലേ ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലെ ശിവസേന നേതാവ് ഷിൻഡെ ED അന്വേഷണത്തെ നേരിട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം. അദ്ദേഹം അവസാനം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശിവസേനയെ പിളർത്തി പോയി, BJP-യിലേക്ക് പോയി. അജിത് പവാർ ED അന്വേഷണം, എവിടെയാണ് PD അന്വേഷണം? കോൺഗ്രസിന് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന തരത്തിലുള്ള അതേ അപജയങ്ങൾ BJP അതിനേക്കാൾ ഭീകരമായി ഈ ഭരണകാലത്ത് പുറത്തെടുക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടൊരു പാർട്ടിയും ഉണ്ടാവാൻ പാടില്ല, പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന നിലപാട് അവർ സ്വീകരിക്കുകയാണ്. ജനാധിപത്യത്തെ കുറിച്ച് ഉജ്ജ്വലമായി സംസാരിച്ച വാജ്പേയിയുടെ പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ജനാധിപത്യം എന്നുള്ളത് അപ്രസക്തമാക്കുന്ന തലത്തിലേക്ക് അവർ പോവുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയല്ലേ ചെയ്യുന്നത്? സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ നിഷേധാത്മകമായി കണ്ടുകൊണ്ട് തടഞ്ഞു വെക്കുന്നു. സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം കിട്ടാൻ വേണ്ടി. ഗവർണർ എന്ന് പറയുന്ന ഒരു പദവിയെ എത്രമാത്രം രാഷ്ട്രീയവൽക്കരിച്ചു ഭാരതീയ ജനതാ പാർട്ടി. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഗവർണർ പദവിയിൽ ഇരുന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഈ കേരളം കാണുന്നില്ലേ? ഇതൊന്നും ജനങ്ങൾ പ്രതികരിക്കില്ലേ? ഇതിലൊന്നും ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇതൊന്നും ആളുകൾ ആരും അറിയാത്ത കാര്യങ്ങളാണ്, ഞങ്ങൾ സംശുദ്ധമായ ഭരണം നടത്തുന്നവരാണ് എന്ന് BJP അവകാശപ്പെട്ടാൽ എവിടെ ചെന്നെത്തും? ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഈ നിലപാടുകൾ എടുക്കുമ്പോൾ അവർ BJP-യെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. ഗവർണർക്കെതിരായിട്ട് വിമർശനമില്ല. സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വിഹിതങ്ങൾ നിഷേധിക്കുമ്പോൾ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. സുധാകരനും സതീശനും ഒരു BJP അനുകൂല നിലപാട് എടുത്തു പോകുന്നു. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം ഈ സംസ്ഥാനത്ത് ഉണ്ടാകും. ശരി വസന്ത്, രണ്ട് വിഷയമാണ് വസന്ത്. കോൺഗ്രസിന്റെ നയം എന്താണ്, കോൺഗ്രസിന്റെ നിലപാട്, അതാണ് പ്രശ്നം. ഒരു മൃദു സമീപനം BJP-യോട് സ്വീകരിക്കുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണല്ലോ ആരോപണവും ആക്ഷേപവും. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്നൊരു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, ദുർബലമാക്കുന്ന കാര്യങ്ങൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ BJP സ്കോർ അടിച്ചു നിൽക്കുകയുമാണ്. അപ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം എന്താണ് എന്നുള്ളത് ജനം മനസ്സിലാക്കും. അത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും, ചോദ്യചിഹ്നമാകും, അത് വോട്ടുകളെ ബാധിക്കും. അതാണ് ഇടതുപക്ഷം പറയുന്നത്. അതിന് മറുപടി വേണമല്ലോ. അദ്ദേഹത്തിന്റെ 2-3 പോയിന്റുകൾക്ക് ഉത്തരം പറയാനുണ്ട്. അങ്ങനെ എനിക്ക് സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറയുന്നത് BJP-ക്ക് വഴിയൊരുക്കാൻ വേണ്ടി കോൺഗ്രസ് കേരളത്തിൽ നിശബ്ദമാകുന്നു. സാർ, BJP-ക്ക് എതിരായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ബദലിന്റെ പേരാണ് ഇന്ത്യ മുന്നണി. അങ്ങേക്ക് ഓർമ്മയുണ്ടാകുന്നില്ല? ആ ഇന്ത്യ മുന്നണി യോഗത്തിന്റെ കടക്കൽ കത്തിവെച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, ആ ഇന്ത്യ മുന്നണി യോഗം, ആ ഇന്ത്യ മുന്നണി അലയൻസ് സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസിന്റെ പേരാണ് ഭാരത് ജോഡോ യാത്ര. ഒന്നാം ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം നടക്കുമ്പോൾ ആ വേദിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ട് അവിടേക്ക് എത്തി നോക്കാതിരുന്ന ഒരേ ഒരു പാർട്ടിയുടെ പേര് CPM എന്നാണ്. ഇന്ത്യ മുന്നണി യോഗത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ വിടാത്ത ഒരേ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഇനി ഒരു കാര്യം നമുക്ക് അപർണയ്ക്കും എനിക്കുമൊക്കെ അറിയാലോ, പ്രതിപക്ഷ ഐക്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഞാൻ കാര്യം തിരിച്ചു വെച്ചോട്ടെ. ഭാരത് ജോഡോ യാത്ര എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ്. നിങ്ങൾക്ക് നടത്താനുള്ള അവകാശമുണ്ട്. ആയിക്കോട്ടെ. ആ ജാഥയിലേക്ക് CPM വന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ നടത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരത്തെ നിങ്ങൾ എന്തുകൊണ്ട് ബഹിഷ്കരിച്ചു? ഫറൂഖ് അബ്ദുള്ളയും സ്റ്റാലിനും ആം ആദ്മി പാർട്ടിയും ഒക്കെ വന്ന വേദിയിൽ
നിങ്ങൾ എന്തുകൊണ്ട് ബഹിഷ്കരിച്ചു? സംസാരിച്ചപ്പോ ഇന്ത്യ മുന്നണി എന്നുള്ളത് ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രശ്നമേ അല്ല. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ സിമന്റ് ആയിട്ട് CPM നിൽക്കുന്നുണ്ട് ഇപ്പോഴും. താങ്കൾ അത് കാണുന്നില്ല? പറയൂ. അല്ല, അദ്ദേഹം സംസാരിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒരു 1 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോ അദ്ദേഹത്തിന് ഹാലിളകിയല്ലോ. ഇപ്പൊ പറഞ്ഞോളൂ. എനിക്ക് ഹാലിളക്കൊന്നുമില്ല. അരമണിക്കൂറാണ് പ്രസംഗം നടത്തിയത്. ഒന്നെങ്കിൽ അങ്ങനെ സംസാരിക്കല്ല, ഞാൻ സംസാരിക്കാം. അല്ല, അങ്ങനെയല്ല. ചർച്ചയിൽ ജനാധിപത്യപരമാണ്. അങ്ങ് പറയൂ, അങ്ങ് പറഞ്ഞോളൂ. ജനാധിപത്യപരമായി തന്നെയാണ്. പോയിന്റ് പറയൂ. ആക്രമണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതും അതിലെ സർക്കാരിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് 1 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയത്. അപ്പൊ അങ്ങ് പറഞ്ഞു ചർച്ചയിൽ ഇടപെടാൻ പാടില്ലെന്ന്. അങ്ങേക്ക് ഇടപെടാം, അരമണിക്കൂർ സംസാരിക്കാം. ആ പണി വേണ്ട കേട്ടോ. രണ്ടാമത്തെ വേറൊരു കാര്യം, അങ്ങ് ചോദിച്ചെന്താണ് ഇന്ത്യ മുന്നണി യോഗം. ആ യോഗത്തിന്റെ ഞാൻ പറഞ്ഞ ജോഡോ യാത്രയിലേക്ക് വരാത്തതാണോ CPM ചെയ്ത അപരാധം? പോട്ടെന്നേ, എന്തുകൊണ്ടാണ് നിങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളെ വിടാത്തത്? ഇനി അത് പോട്ടെ. കോർഡിനേഷൻ കമ്മിറ്റി എത്ര തവണ ചേർന്നു ഒന്ന് പറയാമോ? അല്ലല്ല, ആദ്യം ചേർന്നല്ലോ. തട്ടിവിടല്ലേ സുഹൃത്തെ. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ കുറിച്ചുള്ള വലിയ ചർച്ചയിലേക്ക് പോയാൽ എനിക്ക് ജയർപത്മകുമാറിന് കൂടെ ഒരുപാട് പറയാനുണ്ടാവും അതിനകത്ത്. വസന്ത് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. അത് അടുത്തത് നോക്കൂ, അദ്ദേഹം പറഞ്ഞത് BJP വിരുദ്ധതയ്ക്ക് മുമ്പിൽ നിന്ന് നയിക്കേണ്ട കോൺഗ്രസ് ആണ്. ആ പണി കോൺഗ്രസ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പണിക്ക് കടക്കൽ കത്തിവെക്കുന്ന ഏതുവരാണ് ഈ കൂട്ടർ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, മൂന്നാം മുന്നണി എന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യത്തിനെ തകർക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞത് മമതാ ബാനർജിയാണ്. ആ മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ഹൈദരാബാദിലേക്ക്, ഓർക്കണം, ഇന്ത്യ മുന്നണി യോഗത്തിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ടു വരുന്ന അതേ സമയത്ത് ഹൈദരാബാദിൽ പറന്നിറങ്ങി അവിടെ KCRന്റെ കൂടെ മൂന്നാം മുന്നണി യോഗം ഉണ്ടാക്കാൻ വേണ്ടി മുറുക്കി ഇറങ്ങി പുറപ്പെട്ട നേതാവിന്റെ പേര്, ഈ രാജ്യത്ത് ഒരേ ഒരു നേതാവേ ഉള്ളൂ, പേര് പിണറായി വിജയൻ എന്നാണ്. ആ KCR ഇന്ന് എവിടെയാണ്? ആ KCR ഇന്ന് BJP പാളയത്തിൽ പോകാൻ നിൽക്കുക. അപ്പോ പ്രതിപക്ഷ ഐക്യത്തിന്റെ കടക്കൽ വെച്ച പണിയാണ് കാലങ്ങളായി നിങ്ങൾ ചെയ്യുന്നത്. അവിടെ നിൽക്കട്ടെ. അടുത്ത കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞു, അതാണ് ഞാൻ അടുത്ത പാനലിസ്റ്റിലേക്ക് കടക്കാൻ വസന്തിലേക്ക് തന്നെ ഞാൻ വരാം. ഞാൻ ഒറ്റ കാര്യം ശ്രീ ജയർപത്മകുമാറിനോട്. ശ്രീ ജയർപത്മകുമാർ, ഇന്ത്യ മുന്നണിയിൽ എന്ത് സംഭവിക്കുന്നു, ഇന്ത്യ മുന്നണി ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കം പോലും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദേശീയ തലത്തിൽ ഒരു പാർട്ടി ഏതെല്ലാം തരത്തിൽ ദുർബലമാകുന്നു, അതിനെ ദുർബലപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതെല്ലാം വിമർശിക്കപ്പെടുന്നുണ്ട്. ജനാധിപത്യപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിക്കേണ്ടതായി വരുന്നത് അതുകൊണ്ട് കൂടിയാണ്. ആ ഒരു ദൗർബല്യമാക്കൽ ഒരുപക്ഷെ കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ ബാധിക്കുന്നുണ്ടാകാം. ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ടാകാം. അതൊക്കെ തന്നെ ആയിരിക്കുമോ കേരളത്തിലും കോൺഗ്രസിനെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യത? കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയടക്കം നീണ്ടുപോകുന്നത് അത് ഏത് തരത്തിൽ BJP കാണുന്നു? കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെന്നല്ലോ പറയുന്നത്. അപ്പൊ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന അതിന്റെ റിപ്പർക്കഷൻസ് നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കണം ഇപ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ തലത്തിലൊന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ഒരാളിന്റെ പുറകെ നടക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് ഒരു വലിയ കേഡർ പാർട്ടിയാണ്, നിങ്ങൾ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം, തീരുമാനിക്കാം. അതിനു മുമ്പ് ഈ സീറ്റുകൾ നിശ്ചയിച്ചു പോയാൽ ആ നിശ്ചയിച്ച സീറ്റ് ഞാൻ ഇനി മത്സരിക്കുന്നു എന്ന് വലിയ നേതാവ് പറഞ്ഞു പോയാൽ പിന്നെ അതും കൺഫ്യൂഷൻ ആവും. അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ്. അത് അവര് സ്വയം ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. അതിലേക്കൊന്നും ഞങ്ങൾ പോകേണ്ട കാര്യം. ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ INDI മുന്നണിക്ക് എന്ന് പറഞ്ഞാൽ യാതൊരു ധാർമ്മികതയില്ലാത്ത, ഒരു പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത, ആദർശപരമായോ അല്ലാതെയോ ഒരു ബന്ധമില്ലാത്ത ഒരു മുന്നണിയാണ്. അവർക്ക് ആകെ ഒരൊറ്റ മുദ്രാവാക്യമേ ഉള്ളൂ, മോഡിയെ താഴെ ഇറക്കുക. അപ്പൊ എന്തിനു വേണ്ടി മോഡിയെ താഴെ ഇറക്കുക എന്നുള്ള അവർ ജനങ്ങളോട് പറയട്ടെ. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് താഴെ പോകട്ടെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, അതിലെ ഓരോ മുന്നണിയും പറയുന്ന കാര്യങ്ങൾ, രാജ്യവിരുദ്ധത, മറ്റ് അഴിമതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പരസ്പരം ഓരോ പാർട്ടികളെ വിലയിരുത്തുന്നത്, തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ കൊണ്ട് നടന്ന് വലിയ മതേതരത്വത്തിന്റെ ഐക്കോണായിട്ട് കൊണ്ടുനടന്ന ആ മമതാ ബാനർജി വരുന്നത് ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയാണ് CPM എന്നാണ് ഇവര് എന്നിട്ട് പറയുന്നത് INDI വളരെ
ശക്തമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. കോൺഗ്രസും CPM-ഉം തമ്മിൽ പരസ്പരം പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ നിങ്ങളിപ്പോൾ 2 നേതാക്കന്മാർ പ്രസംഗിച്ചപ്പോൾ കണ്ടല്ലോ. അപ്പൊ ഇത്തരം വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയാൽ അതൊരിക്കലും ഉണ്ടാകില്ല. പിന്നെ നേരത്തെ CPM-ന്റെ പ്രതിനിധി അബ്ദുൽ ഖാദർ പറഞ്ഞൊരു കാര്യമുണ്ട്. വലിയ ആദർശത്തിന്റെ CPM-ന്റെ ആദർശമൊക്കെ പറയും, സ്വന്തമായിട്ട് കണ്ണാടിയിലൊന്നും നോക്കിയാൽ മതി രൂപം മനസ്സിലാവും. ഇത്രമാത്രം അവസരവാദം കൊണ്ട് നടന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? നിങ്ങളുടെ നിലപാടുകൾ ഓരോ കാലഘട്ടത്തിലും എന്താണ്? നിങ്ങൾ എടുക്കുന്ന പരസ്പര വിരുദ്ധമായ നിലപാടുകളാണല്ലോ. എന്നിട്ട് അതിനെല്ലാം ഒരു സൈദ്ധാന്തികമായ പരിവേഷ കൊടുക്കും. നിങ്ങൾ CPM-ഉം CPI-യുമായി പിരിഞ്ഞ സമയത്ത് കേരളത്തിൽ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. CPI കോൺഗ്രസിലൂടെ പോയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റ് അല്ല, ചേലാട്ടച്ചു പണ്ടേ അല്ല, വയ്യട ചെറ്റേ ചെങ്കൊടി താഴെ, പൊക്കട ചെറ്റേ മൂവർണ്ണ കൊടി. എന്താ പറഞ്ഞത്? പൊക്കട ചെറ്റേ മൂവർണ്ണ കൊടി, നീ ചെങ്കൊടി താഴെ വയ്യെന്ന് CPI നോക്കി വിളിച്ചിട്ട് ഇന്ന് സോണിയാഗാന്ധിക്ക് ഈ സ്തുതിപാടി നടന്നിട്ട് പറയും ഞങ്ങൾ ആദർശപരമാണ്. നിങ്ങളുടെ ഓരോ സംസ്ഥാനത്തിലെ നിലപാടുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഇവിടെ തമിഴ്നാട്ടിൽ വരുമ്പോൾ CPM-ഉം കോൺഗ്രസും എല്ലാം കൂടെ ഒരുമിച്ച് ആ കളിക്കള കഴിയുമ്പോൾ കോൺഗ്രസും ഞങ്ങളുടെ കൂടെ തർക്കിക്കുന്നു, പരസ്പരം ചെളിവാരി എറിയുന്നു. എന്നിട്ട് ഭയങ്കര ആദർശമാണ്, മാർക്സിസ്റ്റിനെക്കാളും വലിയ മാർക്സിസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യും. അപ്പൊ സ്വന്തമായിട്ട് കണ്ണാടി നോക്കിയാൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അന്ധമായ ഈ അധികാരത്തോടുള്ള പ്രേമം കൊണ്ട് ഈ BJP വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വർഗീയ സംഘടനകളുമായും അതുമായി രാജ്യവിരുദ്ധ സംഘടനകളുമൊക്കെ സന്ധി ചേരുന്നതും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതും അവരുടെ ആശയങ്ങൾ നിങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും CPM-ആണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൗലികവാദ തീവ്രവാദ സംഘടനകൾ ഈ CPM-നെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഓരോ പ്രവർത്തികളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഓരോ ഈ സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഈ അടുത്ത കാലത്ത് വെറ്ററിനറി കോളേജിൽ നടന്ന ഭീകര അവരെ പോലും നാണിക്കുന്ന സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. എന്നിട്ട് പറയും ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ ഭരണഘടന തകർന്നു പോയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഒരുമിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു എന്ന് പറയുന്നത് CPM മാത്രമായി നിൽക്കുകയാണോ? കോൺഗ്രസ് നിങ്ങളുടെ ചിത്രത്തിൽ എവിടെയുമില്ലേ? അല്ല, ഞങ്ങൾക്ക് ശത്രുവില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയേ ഉള്ളൂ. ഈ 2 മുന്നണികളും ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പരസ്പരം ക്രോസ് ഔട്ട് ചെയ്യുന്ന മുന്നണികളാണ്. അത് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ നമ്മുടെ നേമത്ത് ശിവൻകുട്ടി ജയിച്ച സമയത്ത് മുരളീധരൻ അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും നമ്മുടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡിലും ഭൂരിപക്ഷം ഉണ്ട്. അല്ല, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വായിക്കുന്നത് ആ രീതിയിലൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു നേതാവിന് അദ്ദേഹം വാ തുറന്നിട്ടില്ല, ഞാൻ എവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചാൽ അവിടെ മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോ വയനാട് ഞാൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച പ്രശ്നമാവും. ഇനി ആലപ്പുഴയാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രഖ്യാപനം നടത്തിയാൽ അപകടത്തിൽപ്പെടും. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു നേതാവ് വിദേശത്ത് പോകുന്നതും വരുന്നതും കാത്ത് ഇങ്ങനെ അദ്ദേഹം പറയണം ഞാൻ എവിടെ മത്സരിക്കുന്നു പറഞ്ഞാലേ ബാക്കിയുള്ളവർക്ക് സ്ഥാനാർത്ഥി ഹൈക്കമാൻഡെന്നല്ല, ഒരു മാൻഡേ ഉള്ളൂ അവർക്ക്. വസന്ത, ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ സംസ്ഥാനം കേരളമായിട്ട് പോലും ഹൈക്കമാൻഡ് എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള പരിഗണനയോ കൺസിഡറേഷനോ നൽകാത്തത്? ഇത്രയും വലിയൊരു ആശയക്കുഴപ്പം രാഷ്ട്രീയപരമായി ഇവിടെ നിൽക്കുമ്പോൾ പോലും ഒരു എഡ്ജ് കിട്ടേണ്ട സമയമായിരുന്നു. ഒരു പ്രചാരണത്തിന് പൂർണ്ണമായി ഒരു മിഷനറി ഇറങ്ങേണ്ട സമയമായിരുന്നു. അതിന് പകരം ഇപ്പോഴും വയനാട്ട് തൊട്ട് ഇങ്ങോട്ട് ആശയക്കുഴപ്പം പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അണികൾക്ക് ഇത് നിരാശയുണ്ടാക്കുന്നതാണ് എന്നതിൽ ഒരു തർക്കവും ഉണ്ടാവില്ല വസന്ത്, നിങ്ങൾ എത്ര നിഷേധിച്ചാലും. അല്ല, ഒന്ന് ഈ BJP പ്രതിനിധി JR പത്മകുമാർ അദ്ദേഹം പറഞ്ഞാണ് ഇന്ത്യ മുന്നണി, കേരളത്തിൽ ഇവരുടെ NDA മുന്നണി ഉണ്ടല്ലോ അതൊരു ഇഡലി മുന്നണിയാണ്, ഇഡലി പോലെ പൊടിഞ്ഞുപോയി. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ, പൂർണ്ണാർത്ഥത്തിൽ പ്രഖ്യാപിച്ചില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് 14 15 മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ. അപ്പോൾ തന്നെ തുടങ്ങിയല്ലോ വെടിപൊട്ടിക്കാൻ. എന്റെ നിയോജക മണ്ഡലത്തിലാണ് ശ്രീ PC ജോർജ്, ഇവരുടെ പുതിയ നേതാവ്, ഇവരുടെ ദേശീയ നേതാവാണല്ലോ PC ജോർജ്. PC ജോർജിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഇഡലിയുടെ രൂപം ഒന്ന് നല്ല രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് പോരെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങ് അപമാനിക്കാൻ. കേരളത്തിൽ നിങ്ങൾ സംപൂജ്യരല്ലേ, രാജ്യം മുഴുവൻ പിടിച്ചെടുക്കുന്നു എന്നുള്ള അഹങ്കാരത്തിൽ നിങ്ങൾ അങ്ങ്
മതിമറന്ന് നടക്കുമ്പോഴും കേരളത്തിൽ ഉള്ള സീറ്റെങ്കിലും പിടിച്ചു നിർത്താൻ ശ്രമിക്കണ്ടേ പത്മകുമാറെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പൊ തൃക്കാക്കരയാവട്ടെ, പുതുപ്പള്ളി ആവട്ടെ, അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാവട്ടെ, റീസെന്റ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് പടവലം പോലെ താഴോട്ടാണ് പോയിരിക്കുന്നത് വോട്ട് ഷെയർ. അത് തൃക്കാക്കരയിൽ 7%, പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ 10-13% വോട്ട് ഷെയറിന്റെ ഡിഫറൻസ് ആണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. നഷ്ടം. അപ്പോ അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത് അപർണ ചോദിച്ച കാര്യം, പ്രവർത്തകർക്ക് ഉണ്ടാവില്ലേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റി കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഏറെക്കുറെ ധാരണയുണ്ടെന്നേ, പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വളരെ കൃത്യമായി, അത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, അതിന് ദേശീയ അടിസ്ഥാനത്തിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. അതിൻ്റെതായ ചെറിയ താമസങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ആദ്യം പ്രഖ്യാപനം വന്നത് AKG സെന്ററിൽ നിന്നാണ്, മറന്നുപോയോ? രണ്ടാമത് പ്രഖ്യാപനം 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല വസന്ത്, അതുകൂടി പറയണ്ടേ? അല്ല അപർണ, ഒരു ഒറ്റ ചോദ്യം ഞാൻ ഒന്ന് വസന്തിനെ ചോദിച്ചോട്ടെ. അല്ല, അങ്ങ് ചോദിക്കും, ഞാൻ വഴങ്ങും. ചോദിച്ചോളൂ. അല്ല, നിങ്ങളുടെ കേരളത്തിലെ ശക്തി ഈ മുസ്ലിം ലീഗിന്റെ തോളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് മുസ്ലിം ലീഗിന്റെ തോളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കേരളത്തിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ ഞങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് ഒന്ന് മത്സരിച്ച് ജയിക്കാമോ? നിങ്ങൾക്ക് കഴിയില്ല. വേണമെങ്കിൽ പരീക്ഷിച്ചോ. എനിക്ക് ലാലിലേക്ക് കൂടി ചെല്ലണം. ഓക്കെ വസന്ത്, PDP അറിയാമോ? കാശ്മീരിലെ PDP അവർ തീവ്രവാദ ശക്തികളാണ് എന്ന് പറഞ്ഞു നടന്ന അവരുമായി സർക്കാർ ഉണ്ടാക്കാൻ പോയവരാണ് നിങ്ങൾ. ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ BJPക്കെതിരെ മത്സരിച്ച് കോൺഗ്രസിന് ജയിക്കാമോന്നാണ് ഞാൻ ചോദിച്ചത്. ുള്ള ബന്ധം പതിറ്റാണ്ടുകളുടെ ബന്ധമാണ്, അത് അങ്ങേക്കും അറിയാലോ. അല്ലാതെ നിങ്ങളെ പോലെ പെട്ടെന്ന് ഒരു ദിവസം കാശ്മീരിൽ ഭരണം കിട്ടുമെങ്കിൽ ഞാൻ ബന്ധത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. അല്ല വസന്ത്, കോൺഗ്രസ് മുന്നിൽ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ അതിലേക്ക് കൂടിയായിരിക്കണം JR പത്മകുമാർ കോൺഗ്രസിനെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ ഒരു ഭാഗം കൂടി. ഞാനൊന്ന് അഡ്വക്കേറ്റ് ലാൽകുമാർ, കാര്യം എങ്ങനെയാണെങ്കിലും എന്ത് തരം വിമർശനങ്ങളുടെ കടന്നുപോയാലും ജനാധിപത്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു അപജയത്തെ നേരിടുമ്പോൾ അത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപക്ഷെ CPM-കാരെ സംബന്ധിച്ചിടത്തോളം പോലും അത് അങ്ങനെയാകുന്ന ഒരു സാധ്യതയുണ്ട്. ദേശീയ രാഷ്ട്രീയവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നിർണായക ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രകടനവും അതുകൂടി ഇടത് ചിന്തകർ, ഇടത് നിരീക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ലേ? നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഞാൻ പറയുന്ന കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. അല്ല, കോൺഗ്രസ് എന്ന പാർട്ടി അത് ഈ രാജ്യത്ത് അടിയുറച്ച് മതനിരപേക്ഷത പറയേണ്ടതും അവരുടെ പ്രസൻസ് അൺഅവോയ്ഡബിളാണ്. അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വേണ്ടതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ആസ്പെക്റ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ വാല്യൂസ് ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നുള്ള വിമർശനം നമ്മളെപ്പോഴും പറയും. നോക്കൂ, സീതാറാം യെച്ചൂരി ഇപ്പം നല്ല ബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുമായി. അതിനകത്ത് എനിക്കൊരു സംശയവുമില്ല കാര്യത്തിൽ. നമ്മൾ കേരളത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ കോൺഗ്രസ് CPM ഡിബേറ്റ് ഉണ്ടാകുക തന്നെ ചെയ്യും. അതിനകത്ത് BJPയുടെ റോളൊക്കെ സ്മോൾ എന്ന് പോലും പറയാനില്ല. അപ്പം കോൺഗ്രസ് ഈ പറയുന്ന CPM ഡിബേറ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കാണുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷ വോട്ടുകൾ, ഒരു ഉദാഹരണം, ഓരോ വോട്ടേ ഉള്ളെങ്കിലും അത് മതനിരപേക്ഷ വോട്ടായിരിക്കും. പക്ഷേ ആ മതനിരപേക്ഷ വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കോൺഗ്രസിൻ്റെ പാളയത്തിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിമർശനം നമുക്ക് ഉന്നയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അങ്ങനൊരു കാര്യം രാജ്യത്ത് നടക്കുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആൾക്കാർ പോകുന്നു, വില കൊടുത്ത് വാങ്ങിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വില കൊടുത്ത് വാങ്ങിക്കുന്ന രീതിയിൽ ഒരു ചരക്കായി ഇവരുടെ നേതാക്കന്മാർ മാറി എന്നുള്ള വിമർശനം നമുക്ക് ഉന്നയിച്ചാൽ അതിനെങ്ങനെ തെറ്റു പറയാൻ പറ്റും? അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പം അബ്ദുൽ ഖാദർ ഉപയോഗിച്ചൊരു വാക്ക് മനീഷ് തിവാരിയെക്കുറിച്ച് പറഞ്ഞു. മനീഷ് തിവാരി അല്ല, മനു അഭിഷേക് സിംഗ്വിയാണത് പറഞ്ഞത്. മനു അഭിഷേക് സിംഗ്വി പറയും. ഞാൻ എന്തുകൊണ്ടത് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, അതിന് 1.5 ആഴ്ച മുമ്പുള്ള വാർത്ത, അതിന് 1.5 ആഴ്ച മുമ്പുള്ള വാർത്ത ഈ പറയുന്ന മനീഷ് തിവാരി BJP പോകുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ഈ പറഞ്ഞ X or Y പറഞ്ഞതിനെ നമുക്ക് എടുക്കാം. പക്ഷെ കുഴപ്പം ഈ ഗതികെട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മിസ്കോട്ട് ചെയ്തതാണെങ്കിലും ഈ പറയുന്ന മനീഷ് തിവാരി BJP പോകുന്നൊരു വാർത്ത വന്നിരുന്നു.
അപ്പോൾ അങ്ങനെ സങ്കീർണമായി കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ വാർത്തയിൽ, ഇന്നത്തെ വാർത്തയ്ക്കകത്ത് കേരളത്തിൽ നിന്ന് കരുണാകരൻ്റെ പുത്രി കോൺഗ്രസ് BJPയിലേക്ക് സഹകരിക്കുമെന്ന് പറയുന്നു. എനിക്ക് അവർ നിഷേധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനത് അവസാനത്തെ വാർത്ത കണ്ടിട്ടില്ല. അത് എന്തൊരാട്ടെ, അതങ്ങ് മാറ്റി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ആൾക്കാർ പാളയം ചാടാൻ അല്ലെങ്കിൽ അങ്ങോട്ട് മാറാനായിട്ട് ഒരു മടിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് BJPയെ തോൽപ്പിക്കുക? BJPയെ തോൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കണം, നമ്മുടെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കണം. ഈ നേതാക്കന്മാർ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാത്ത പക്ഷം എങ്ങനെ ഈ പറയുന്ന അണികൾ നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അണികൾ ഇവർക്ക് നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിൽ വോട്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം, ഇവരുടെ നേതാക്കന്മാർ ഏത് സമയത്തും അപ്പുറത്തേക്ക് പോകും. അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാണെന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്? ഇപ്പം നോക്കൂ, എത്ര മധ്യപ്രദേശിൽ എത്ര ആൾക്കാർ അപ്പുറത്തേക്ക് പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ബാക്കിയുള്ളവർ തന്നെ സംസാരിക്കട്ടെ. അവരാണ് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സ് സംസാരിച്ചത്, ഞാൻ അത്രയും പൊളിറ്റിക്സ് സംസാരിച്ചില്ല. ഒറ്റ കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഇപ്പം ഈ നടന്നു വരുന്ന ഡിബേറ്റുകൾ കേരളത്തിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിലുള്ള സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കാത്തതെന്നുള്ളൊരു ചോദ്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിൽക്കണോ, അല്ലെങ്കിൽ കർണാടകത്തിൽ നിൽക്കണോ, ആന്ധ്രയിൽ നിൽക്കണോ, ഈ പറയുന്ന ഒരു വലിയ ചോദ്യമാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേച്ചർ എവിടെയെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ കുഴപ്പം, ഞാൻ അതിനെ ഗൗരവത്തിലെടുക്കുന്നതിന് കാരണം, കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിൽ രാഹുൽ ഗാന്ധി ആരോടാണ് തോറ്റത്? സ്മൃതി ഇറാനിയോടാണ് തോറ്റത്. സ്മൃതി ഇറാനി ഇന്നും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവിടേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. ഇന്നും ഞാൻ ഇന്ന് കാണുന്നതിന് മുമ്പ് ഇന്ത്യ ടുഡേയിൽ ഒരു വാർത്ത ഞാൻ കണ്ടതാണ്. ഇന്നും സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്, വന്ന് എന്നോട് മത്സരിക്കൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒറ്റ സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം, ഇനി എൻ്റെ വരണ്ട. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാകാൻ സജ്ജനായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അങ്ങനെ ഒരാൾ ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം സ്മൃതി ഇറാനിയോട് തോറ്റു. സ്മൃതി ഇറാനിയോട് തോറ്റ ശേഷം അവിടേക്ക് പോകാതെ, അവിടേക്ക് ചെല്ലാതെ വീണ്ടും അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരാണെങ്കിൽ എല്ലാ ദിവസവും വെല്ലുവിളിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് സ്മൃതി ഇറാനി എല്ലാ ദിവസവും അവർക്കൊരു ഹൈപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള വാർത്ത ക്രിയേറ്റ് ചെയ്യുകയും രാഹുൽ ഗാന്ധി ഭയപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ വരുന്ന രീതിയിൽ വാർത്ത വരുന്നുവെങ്കിൽ അത് രാഹുൽ ഗാന്ധി വീണ്ടും വീക്കാവും, കോൺഗ്രസ് വീക്കാവും. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി നിർണയം വീണ്ടും വൈകുമ്പോൾ കോൺഗ്രസിന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അതിൽ പ്രേക്ഷകർ 68% പ്രേക്ഷകരും, അതായത് കേരളത്തിലെ ജനങ്ങളും പറയുന്നത് ബാധിക്കും എന്ന് തന്നെയാണ്. 30% പ്രേക്ഷകർ മാത്രമാണ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സമയപരിമിതി കൊണ്ട് വീണ്ടും അതിഥികളിലേക്ക് വരാൻ കഴിയാത്തത്, ജനാധിപത്യ ബോധമുള്ള എല്ലാവരും കോൺഗ്രസ് എന്നുള്ള പാർട്ടി പൂർവാധികം ശക്തിയോടെ ഉയർന്നു വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വസന്ത് തെങ്ങുമള്ളി പ്രത്യേകം നന്ദി. ഒപ്പം അഡ്വക്കേറ്റ് ലാൽകുമാർ, KV അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് JR പത്മകുമാർ ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് പൂർണ്ണമാകുന്നു അന്തിചർച്ച. നമസ്കാരം.